പൊതുവെ വീട്ടിൽ നിന്നൊക്കെ കുട്ടികൾ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അതിലൊന്നും പോകണ്ട, പഠിച്ചാൽ മതി, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തിയാൽ നിങ്ങൾ പഠിപ്പൊക്കെ പോകും, ഭാവി നഷ്ടപ്പെടുന്നൊക്കെയാണ് പാരന്റ്സ് പൊതുവെ പറയാറ്. അപ്പൊ അവർക്ക് മുന്നിൽ ഇനിയിപ്പോ അലോഷിനെ ഒരു മാതൃക കണ്ടുപിടി KSCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് PhD എടുത്തു എന്ന് പറയാൻ പറ്റല്ലേ? അല്ല, അതിലെന്താണെന്നറിയോ, എൻ്റെ ഡിഗ്രിയുടെ ആരംഭ കാലഘട്ടം ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ 10th വരെ നല്ല രീതിയിലേക്ക് എക്സ്ട്രോണറി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 90 above മാർക്ക് ഉണ്ടായിരുന്നു. CBSEയിലാണ് ഞാൻ നവോദയയിലാണ് പഠിച്ചത്. നവോദയ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ മുൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ വലിയൊരു വിഷനായിരുന്നു. അതായത് ഈ ഗ്രാമമേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ആരംഭം കുറിച്ചാണ്. ഇന്ത്യയിൽ തമിഴ്നാട് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും ഓരോ നവോദയ വിദ്യാലയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നവോദയയിലാണ് എൻ്റെ സ്കൂളിങ്. ഞാൻ 12th വരെ പഠിച്ചത്. അതിൽ 10th വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ +1 +2 നല്ല രീതിയിലേക്ക് ഉഴപ്പി എനിക്ക് മാർക്ക് അങ്ങോട്ട് നല്ല കമ്മിയായി പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് ചേരുന്ന ഒരു ടൈം വന്നപ്പോഴത്തേക്കും വീട്ടുകാർ ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് ഡിഗ്രിക്ക് പോകണോ, കാരണം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ആ സമയത്ത് എഞ്ചിനീയറിങ്ങും മെഡിക്കലൊക്കെ നല്ലൊരു ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയമാണ്. എഞ്ചിനീയറിങ്ങിന് പോയാൽ പോരെ, അല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമുക്കൊരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ നോക്കിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ബേസിക്കലി താല്പര്യമില്ലാത്തൊരു വിഷയം നമ്മൾ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ +2ന് നല്ല മാർക്ക് കുറഞ്ഞ് ഡിഗ്രിക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിലേക്കുള്ള പ്രഷറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഇയർ കോളേജ്, ഞാൻ തേവര കോളേജിലാണ് എൻ്റെ ഡിഗ്രി PG MPhil ഒക്കെ പഠിച്ചത്. അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഞാൻ അവിടെ കോളേജ് ഹോസ്റ്റലിലാണുള്ളത്. മറ്റേ അച്ഛന്മാരാണ്, CMI ഫാദേഴ്സാണ് അതിൻ്റെ വാർഡനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ അന്വേഷിക്കും, എന്താണ്, എങ്ങനെയാണ്, പഠനമുണ്ടോ, നല്ല രീതിയിലേക്ക് കാര്യങ്ങളുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്സും ഇത് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരുന്നു. ആദ്യം ഭയങ്കര വീട്ടിൽ നിന്ന് നല്ല എതിർപ്പായിരുന്നു. പിന്നെ ഫാമിലി പരമായിട്ട് നമുക്ക് യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിലേക്ക്. അപ്പോൾ ഒരു പുതിയ മേഖലയാണ്, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, പേരൻസിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലേക്ക് ഇനീഷ്യലി നല്ല രീതിയിലേക്ക് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ എനിക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിച്ചു. കാരണം ഡിഗ്രിക്ക് എല്ലാ സെമസ്റ്ററിലും സപ്ലൈ ഒന്നും ഇല്ലാണ്ട് ഡിഗ്രി അത്യാവശ്യം നല്ല മാർക്കോടുകൂടി ഒരു 89% എനിക്ക് ഡിഗ്രി ക്ലിയർ ആക്കാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു നമുക്ക് ബാക്കി ടീച്ചേഴ്സ് ഉൾപ്പെടെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ് നൽകുന്ന ഒരു സപ്പോർട്ടും കൂടി ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പരിപാടിക്ക് നമ്മൾ പോയി ചിലപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് അസൈൻമെൻറ്റ് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സെമിനാർ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ റിമൈൻഡ് ചെയ്യണം, അത് ഇന്ന ദിവസം മറ്റേ ഇത് സബ്മിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ്. ഒപ്പം ടീച്ചേഴ്സും ആ ഒരു കോളേജ് സപ്പോർട്ടീവായി നിന്നതുകൊണ്ട് നല്ല രീതിയിലേക്ക് നമുക്ക് രണ്ടിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി.